പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദി സ്ക്വയർ ഓഫ് 3.7. നമുക്ക് 3.7ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. 3.7ൻ്റെ സ്ക്വയർ അല്ലേ, ഈക്വൽ ടു, നമുക്കത് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. 3.7 എന്ന് പറഞ്ഞാൽ 3 + 0.7 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പം ഇതെങ്ങനെ ചെയ്യാം, നമുക്ക് 3ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 3 × 0.7 പ്ലസ് 0.7 സ്ക്വയർ. ക്ലിയർ അല്ലേ? ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻസർ 9 ആണ്. പ്ലസ് 2 × 3 × 0.7, 2 × 3 6, 6 7s are 42. 0.7 ആണ് അല്ലേ. 0.7 എന്ന് പറയുമ്പോൾ 7ൻ്റെ തൊട്ട് മുമ്പിലാണ് പോയിന്റിൽ, അപ്പോൾ 1 പ്ലേസ് കഴിഞ്ഞിട്ട് 42-ൽ 1 പ്ലേസ് കഴിഞ്ഞിട്ട്, അതായത് 2-ന് തൊട്ട് മുമ്പിൽ നമ്മൾ എന്ത് ഇടുക, പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 3 × 0.7 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്, 4.2 ആണ്. പിന്നെ എന്താണ് അടുത്തത്, 0.7 സ്ക്വയർ. 0.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.7 × 0.7. അപ്പം നമുക്ക് ആദ്യം പോയിന്റ് ഇല്ലാണ്ട് ചെയ്ത് നോക്കാം. 7 7s are എത്രയാണ്, 49 ആണ് അല്ലേ. അപ്പം 0.7 × 0.7 എന്ന് പറയുമ്പോൾ 2 പോയിന്റ് ഉണ്ട് അല്ലെ. അപ്പോൾ 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത് ആൻസറിൽ. അപ്പോൾ 0.47, 9 4 കഴിഞ്ഞിട്ട് ആണ് നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം 9 + 4.2 + 0.49 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്താക്കാം, ഇത് എങ്ങനെയാ ആഡ് ചെയ്യുന്നത് നോക്കാം. 9.00 + 4.20 + 0.49, അതായത് 9 ഒരു പൂർണ്ണസംഖ്യയാണ് അല്ലെ. അപ്പം അതിനപ്പുറത്ത് നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 0 ഇട്ട് കൊടുക്കാം, അതുപോലെ 4.2 കഴിഞ്ഞിട്ട് 0 ഇട്ട് കൊടുക്കാം. ഇവിടെ എന്താണ്, 0.49 ആണ് അല്ലെ. അപ്പം 0 + 0 + 9 എന്ന് പറഞ്ഞാൽ ആൻസർ 9, 0 + 2 + 4 എന്ന് പറഞ്ഞാൽ ആൻസർ 6. ഇനി എന്ത് വേണം, പോയിന്റ് അതുപോലെ ഇട്ട് കൊടുക്കാം. അതിന് 9 + 4 + 0 ആൻസർ എത്രയാണ്, 13. അപ്പം നമുക്ക് എന്ത് കിട്ടി, 3.7 ഹോൾ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 13.69 കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് പേജ് നമ്പർ 13 കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി നമ്പേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2.3. നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, 2.3 ഹോൾ സ്ക്വയർ അല്ലേ. 2.3 ഹോൾ സ്ക്വയർ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. 2.3 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് വരും, 2 + 0.3 ഹോൾ സ്ക്വയർ എന്ത് കിട്ടും, 2 സ്ക്വയർ പ്ലസ് 2 × 2 × 0.3 പ്ലസ് 0.3ൻ്റെ സ്ക്വയർ. 2 × 2 അതായത് 2 സ്ക്വയർ അല്ലേ, അപ്പോൾ അത് 4 കിട്ടും. പ്ലസ് 2 × 2 × 0.3 എന്ന് പറഞ്ഞാൽ 2 × 2 4, 4 × 0.3 1.2 ആണ്. പ്ലസ് 0.3, 3ൻ്റെ സ്ക്വയർ എത്രയാണ്, 9. അപ്പം 0.09, 0.3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.09. എല്ലാം കൂടി ആഡ് ഓൺ ചെയ്താൽ നോക്കാം, നമുക്ക് 4.0 ആഡ് ചെയ്യാൻ ഞാൻ 0.00 ഇട്ട് കൊടുക്കുന്നത് ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. പ്ലസ് 1.20 പ്ലസ് 0.09. അപ്പൊ 0 + 0 + 9 9, 0 + 2 + 0 2 പോയിന്റ് ഇടാം. 4 + 1 എത്രയാണ്, 5, 5 + 0 5, അപ്പോൾ 5.29 കിട്ടി. നമുക്ക് എന്ത് കിട്ടി, 2.3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5.29. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8 അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8.7 ആണ്. അപ്പം നമുക്ക് എന്താ കാണേണ്ടത്, 8.7ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. 8.7 സ്ക്വയർ ഈക്വൽ ടു 8 + 0.7 സ്ക്വയർ. ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. പിന്നെ എന്താ എഴുതണം, നമുക്ക് 8ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 8 × 0.7 പ്ലസ് 0.7 സ്ക്വയർ. ഇങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 8s are 64 പ്ലസ് 2 × 8 × 7, 2 × 8 എത്രയാണ്, 16, 16 × 7 എത്ര കിട്ടും, 112 എന്ന് കിട്ടും. അപ്പം
11.2. കാരണം എന്താണ്, പോയിന്റ് ഇടാനുണ്ട്. ഇവിടെ ഒരു പ്ലേസ് മുമ്പിലാണുള്ളത്, അപ്പൊ നമുക്ക് ഒരു പ്ലേസിന് മുമ്പിൽ കൊടുക്കാം. 0.11 × 0.7 നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ് കിട്ടിയത്? 0.49 അല്ലെ. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം. 64.00 പ്ലസ് 11.20 പ്ലസ് 0.49. ഇങ്ങനെയാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. 0 + 0 + 9 9. 0 + 2 + 4 എത്രയാണ്? 6. 4 + 1 എത്രയാണ്? 5. 5 + 0 5 തന്നെയാണ്. 6 + 1 7. അപ്പൊ എത്രയാണ് ആൻസർ? 75.69 അല്ലെ. അപ്പം 8.7 സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? 75.69 കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.